ജാവ പാറ്റേൺ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് പാറ്റേണാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് കണ്ടാലേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനായിരുന്നു. അതായത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനായിരുന്നു. നമുക്കിവിടെ ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതായത് സെയിം നമ്പർ ഓഫ് കോളംസ് ആൻഡ് സെയിം നമ്പർ ഓഫ് റോസ്. അതിൽ നമുക്ക് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 × i = 1. കാരണം എന്താ, ഇവിടെ റോ സ്റ്റാർട്ട് ചെയ്യണത് 1-ലാണ്. അതാണ്. ഓക്കെ, പിന്നെന്താണ്, എത്ര വരെ പോകണം, സെമിക്കോളൻ i <= 3. ഓക്കെ, 3 റോസ് ഉണ്ട്, അപ്പോൾ 3 വരെയും പോകണം. ഓക്കെ, 1 തൊട്ട് 3 വരെയും പോകണം റോസ്. i++, ഓരോ റോ കഴിയുമ്പോഴും അടുത്ത റോ അങ്ങനെ 3 റോ വരെയും വരണം. അതാണ് ഈ i++ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തിലെന്താ, int j = 1 j <= 5. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് ഇവിടെ j = 1 ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് കോളം, തേർഡ് കോളം, അങ്ങനെ എത്ര കോളം വേണം, 5 കോളം വേണം. അപ്പോൾ <= 5 j++, അതായത് ഒരു കോളം കഴിയുമ്പോൾ അടുത്ത കോളം വരണം, അടുത്ത കോളം കഴിയുമ്പോൾ അടുത്ത കോളം, അങ്ങനെ 5 കോളം വരെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അടുത്തതാണ് ഏറ്റവും വലിയ മാറ്റം. ബാക്കിയെല്ലാം സെയിം തന്നെ, നമ്മൾ ഇത് ചെയ്തതെല്ലാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെ, ഒരു വ്യത്യാസമില്ല. ബാക്കി തന്നെ ഇതാണ് system.out.print. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്റ്റാർ എടുത്തു. അപ്പോൾ എന്താണ്, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും, റെക്റ്റാങ്കുലർ ഷേപ്പിൽ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. പക്ഷേ നമുക്കിവിടെ നമ്പറാണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഈ ഫസ്റ്റ് റോയിലെല്ലാം 1 ആണ്, സെക്കൻഡ് റോയിലെല്ലാം 2 ആണ്, തേർഡ് റോയിലെല്ലാം 3 ആണ്. അപ്പോൾ അങ്ങനെ വരെ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ i ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. ഏത് i, ഈ i. അതായത് നമുക്കറിയാം ഫസ്റ്റ് റോയിൽ എന്താണ്, 1. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നമുക്ക് 1 ആയിരിക്കും. ഓക്കെ, 1 <= 3 ആണ്. ഓക്കെ, കണ്ടീഷൻ ശരിയാണ്. നമ്മൾ ഇങ്ങോട്ട് വരും, j = 1, j <= 5 ശരിയാണ്. അപ്പോൾ എന്താണ്, കണ്ടീഷൻ കറക്റ്റ് ആയപ്പോൾ എന്താണ്, പ്രിൻ്റായി എന്താ, 1. ഓക്കെ, അങ്ങനെ അടുത്തത് എന്താണ്, ഇങ്ങോട്ട് കയറും, j++. അപ്പോൾ എന്താവും, j 2 ആയി. കണ്ടീഷൻ നോക്കൂ, കണ്ടീഷൻ 2 <5 ആണ്, കറക്റ്റാണ്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും, i പ്രിൻ്റ് ചെയ്യും, പിന്നെ i പ്രിൻ്റ് ചെയ്യും. അങ്ങനെ 5 ആകണ വരെയും i പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ 5 ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, കണ്ടീഷൻ റോങ് ആവും. അതായത് 5 അല്ല 6 ആയി കഴിയുമ്പോൾ കണ്ടീഷൻ റോങ് ആവും. അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റിലോട്ട് പോകില്ല, നേരെ ഇങ്ങോട്ട് വരും, പ്രിൻ്റ് വരും. അപ്പോൾ എന്ത് വരും, കേഴ്സർ നമുക്ക് ഇങ്ങോട്ട് വരും, നമ്മുടെ കേഴ്സർ ഇങ്ങോട്ട് വരും. ഓക്കെ, അടുത്തത് നമ്മൾ ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ i++ ആവും. അപ്പോൾ i+ എന്ന് പറയുമ്പോൾ 1 ആയിരുന്നു, ഇപ്പോൾ 2 ആയി. അപ്പോൾ i <= കണ്ടീഷൻ ശരിയാണ്, 3 ആണ് i എന്ന് പറഞ്ഞത്. പിന്നെ j = 1 വരും, വീണ്ടും j = 1. പിന്നെ കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റാണ്, 1 <5 ആണ്. അപ്പോൾ എന്താണ്, പ്രിൻ്റായി. ഇവിടെ എന്താണ് പ്രിൻ്റായി, നേരത്തെ നമുക്ക് 1 1 1 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായി. അടുത്തത് എന്ത് വരും, 2, കാരണം ഇവിടെ i എന്താ, 2 ആയി ഓൾറെഡി, ഇവിടെ ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ഇവിടെ 2 ആയി. അപ്പോൾ ഇനി എങ്ങനെ ആയിരിക്കും, 5 പ്രാവശ്യം 2 പ്രിൻ്റ് ചെയ്യും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്, 5 പ്രാവശ്യം 2 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ 5 ആവണവരെയും 2 പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താണ്, 1 1 1 1 1 2 2 2 2 2 കേഴ്സർ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് പറ്റും, i++ ആവും. ++ കഴിയുമ്പോൾ i 3 ആയി, <= 3. കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും, j = 1, <5 ആണ്, കറക്റ്റാണ്. അപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. അപ്പോൾ പ്രിൻറ്റ് 3 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ എത്ര വട്ടം പ്രിൻറ്റ് ചെയ്യും, 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, 5 പ്രാവശ്യം 3 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. അടുത്ത എന്ത് കിട്ടും, പ്രിൻ്റലിലോട്ട് പോകും. ഓക്കെ, ഇവിടുന്ന് പ്രിൻ്റലിലോട്ട് വീണ്ടും പോകും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ i++ലോട്ടാവും. ++ ആകുമ്പോൾ ഇവിടെ എന്തായി, 4 i <= 3 ആണ്. അല്ല, കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ഓക്കെ.